അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ആ പൊന്നുമ്മയുടെ ഗുരുത്വവും പൊരുത്തവും നേടി ആകെയുള്ള ആ മകൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഇന്ന് കണ്ട ഈ ഒരു വാർത്ത എല്ലാവരുടെയും മനസ്സലിയിപ്പിക്കുന്നതും മനസ്സിനെ ചോദ്യം ചെയ്യുന്നതുമാണ്. സ്വന്തം ജോലി പോലും ഒഴിവാക്കിയിട്ട് ക്യാൻസർ ബാധിതയായ തൻ്റെ ഉമ്മയെ വളരെ സ്നേഹത്തോടുകൂടി പരിചരിച്ചു പോന്നിരുന്ന ഉസ്താദ് സൈനുൽ ആബിദീനാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. അതും ഉമ്മക്ക് മുന്നേ ആ ഒരു ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലെത്തിയിരിക്കുകയാണ്. തൻ്റെ ജോലിയെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഉമ്മയെ നോക്കാൻ വേണ്ടി ആ പൊന്നുമ്മയുടെ അടുത്ത് കൂടെ നിന്നിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അറിയുന്നില്ല, എൻ്റെ ഉമ്മയേക്കാൾ മുന്നേ എൻ്റെ ഉമ്മയെയും ആകെയുള്ള പെങ്ങളെയും ഇവിടെ ഇട്ടുകൊണ്ട് ഞാൻ യാത്രയാകേണ്ടി വരുമെന്നുള്ളത്. എന്താണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ആ ഉസ്താദിൻ്റെ. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമാറാകട്ടെ. ഉമ്മയുടെ അസുഖമൊക്കെ മാറട്ടെ, ഉമ്മാക്ക് നല്ല ക്ഷമ നൽകുമാറാവട്ടെ, ആ കുടുംബത്തിന് നല്ല ക്ഷമ ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3-4 മക്കളുണ്ടായിട്ട് സ്വന്തം ഉമ്മയെ നോക്കുന്നതിന് മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾ പറയാറുണ്ട്, അവനക്ക് 2 ദിവസം കൊണ്ടുപോയി നിർത്തിക്കൂടെ? ഞാൻ ഉമ്മാക്ക് കഴിഞ്ഞ ആഴ്ച 500 രൂപ കൊടുത്തു, എന്നിട്ട് ഉമ്മ എന്നോട് പൈസ തരാത്തതിന് ചീത്ത പറഞ്ഞു. ജ്യേഷ്ഠന് കൊടുത്തൂടെ, അനിയന് കൊടുത്തൂടെ? അങ്ങനെ ഭാരമായിക്കൊണ്ട് വയസ്സായിട്ടുള്ള മാതാപിതാക്കളെ കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൊരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. അപ്പോഴാണ് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതെ ഉള്ള വരുമാന മാർഗം പോലും ഒഴിവാക്കിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗിയാണെന്നറിഞ്ഞപ്പോൾ ആ ഉമ്മയെ പരിപാലിക്കുന്നതിന് വേണ്ടി ഈ സൈനുൽ ആബിദീൻ എന്നുള്ള ഈ യുവാവ് ഉസ്താദ് രംഗത്ത് വന്നിട്ട് അവിടെ അത്രയും മനോഹരമായിട്ട് ആ ഉമ്മയെ നോക്കിയിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. ആദ്യം ആ ഉമ്മയെ ഇവിടെ തനിച്ചാക്കിയിട്ട് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ആ ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഉന്നതമായ സ്ഥാനം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മാനെ എത്രമാത്രം ആഗ്രഹിച്ചു കൂടെ നടന്നിരുന്നു, അതിൻ്റെ 10 ഇരട്ടിയാണ് നല്ല പ്രായമായിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടെ അടുത്ത് നമ്മൾ ഉണ്ടാകുന്നതിനെ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ജോലി തിരക്കിലാണെങ്കിലും, എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, വീട്ടിൽ എത്ര വലിയ സർവൻ്റ് ഉണ്ടെങ്കിലും മക്കളെ ഉമ്മാനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഉപ്പാനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഒരാഴ്ചയിലെങ്കിലും അവരോട് സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അത് നമ്മുടെ എല്ലാ വിജയത്തിനും കാരണമാണെന്ന് ഇതിനോടുകൂടി ഉണർത്തുന്നു. അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തായ ആ സ്വർഗത്തിൽ ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മകനെയും ഉമ്മയെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.